Granites, MLA Road, Palluruthi. Contact 9446567002, 98460 94470 രാമേശ്വരം കനാൽ വാട്ടർ അതോറിറ്റി ഭാഗത്ത് നവീകരണ പ്രവർത്തനത്തിനിടെ പാലം തകർന്നു. രാമേശ്വരം കനാലിന് കുറുകെ വാട്ടർ അതോറിറ്റി റോഡ് ഭാഗത്ത് പാലം നവീകരിക്കുന്നതിനിടെ തകർന്നു വീണു. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് പാലം നവീകരണം നടക്കുന്നതിന് മധ്യഭാഗത്ത് നിന്ന് തകർന്ന് കനാലിൽ പതിച്ചത്. നിർമ്മാണ തൊഴിലാളികളുണ്ടായെങ്കിലും മറ്റ് അപകടമൊന്നും ഉണ്ടായില്ല. 7 കുടുംബങ്ങൾക്കുള്ള സഞ്ചാരമാർഗമാണ് ഈ പാലം. 30 വർഷം മുമ്പ് പണിത പാലം നഗരസഭയുടെ അനുമതിയോടെയുള്ളതല്ലെന്ന് കൗൺസിലർ ഷൈല തദേവൂസ് വ്യക്തമാക്കി. പാലത്തിന്റെ കോൺക്രീറ്റുകൾ തകർന്നതിനെ തുടർന്ന് ഇവിടുത്തുകാർ പാലം നവീകരിക്കാൻ തീരുമാനിച്ചു. പാലത്തിൽ കൂടുതൽ ഭാരത്തിൽ കോൺക്രീറ്റ് ചെയ്താണ് തകരാൻ കാരണമെന്നാണ് നിഗമനം. പാലത്തിന്റെ മധ്യഭാഗത്ത് തൂണുകളുണ്ടായിരുന്നില്ല. ഇതും തകർച്ചയ്ക്ക് ആക്കം കൂട്ടി. പാലം തകർന്നതോടെ 7 കുടുംബങ്ങൾക്ക് സഞ്ചാരമാർഗമില്ലാതായി. അതോറിറ്റിക്ക് തൊട്ടടുത്തുള്ള ഒരു സ്വകാര്യ പാലമാണ് ഇവിടെ നിർമ്മാണം നടക്കുന്നത്. ഈ പാലത്തിനെ സംബന്ധിച്ചിടത്തോളം നിലവിലുണ്ടായ പാലം പൊളിച്ചതിന് ശേഷമാണ്, പൊളിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ പാലം പണിയാനായിട്ട് കോർപ്പറേഷനിൽ നിന്ന് ഇവിടുത്തെ സ്വകാര്യ വ്യക്തികൾ അനുമതി മേടിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നിലവിൽ യാതൊരു വിധ മാനദണ്ഡവും പാലിക്കാതെയാണ് ഇവിടെ ഈ പാലം പണിതിട്ടുള്ളതെന്നാണ് ഈ പാലത്തിൻ്റെ കിടപ്പ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ചെയ്തിട്ടുള്ള കോൺക്രീറ്റ് മുഴുവൻ ഈ RC കനാലിലേക്ക് വീണിട്ടുള്ളതാണ് അവസ്ഥ. കാരണം നിലവിൽ തന്നെ വലിയ വേലിയേറ്റ സമയത്ത് വെള്ളപ്പൊക്കം അനുഭവപ്പെടുന്ന ഒരു പ്രദേശമാണ്. അവിടെ അതിനേക്കാളും രൂക്ഷമാകുന്ന രീതിയിലാണ് ഈ RC കനാലിലേക്ക് ഈ കോൺക്രീറ്റ് വീണത്. നാളെ ഇത് ഒട്ടും തന്നെ നീക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് ഇത് പോകും. അതാണ് ഇവിടുത്തെ അവസ്ഥ. അധികാരികളുടെ സാധാരണഗതിയിൽ ഒരു പാലം പണിയുമ്പോൾ ടൗൺ പ്ലാനിങ്ങിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ പാലം നിർമ്മിക്കാൻ കഴിയുള്ളൂ. പക്ഷേ ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പാലം, അല്ലെങ്കിൽ അധികാരികളുടെ യാതൊരു പരിശോധനയും കൂടാതെ ഇത്തരത്തിലൊരു പാലം നിർമ്മാണം നടക്കുന്നതെന്ന്. ഇതിനെ തുടർന്ന് കൗൺസിലർ ഷൈല തദേവൂസ് ഇടപെട്ട് സ്വകാര്യ വ്യക്തികളെ സ്ഥലത്ത് കൂടി താൽക്കാലികമായി ഇവർക്ക് സഞ്ചരിക്കുന്നതിനുള്ള സൗകര്യമൊരുക്കിയിട്ടുണ്ട്. നഗരസഭയുടെ അനുമതി വാങ്ങിയതിനു ശേഷം പാലം നിർമ്മാണം നടത്തിയാൽ മതിയെന്ന് നിർദ്ദേശം നൽകിയതായി കൗൺസിലർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.